PV അൻവറിന്റെ പൊതുസമ്മേളന വിജയത്തിന് പിന്നാലെ UDF-ൽ അൻവറിന് അനുകൂല സാഹചര്യമൊരുങ്ങുന്നു. PV അൻവറിനെ വേണ്ട എന്നായിരുന്നു UDF കൺവീനർ MM ഹസൻ നേരത്തെ പറഞ്ഞതെങ്കിലും ആവശ്യമെങ്കിൽ ചർച്ച നടത്തുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിന്റെ സൂചനയാണ്. PV അൻവറിനെ സ്വീകരിക്കുന്നതിൽ KPCC അധ്യക്ഷനും എതിർപ്പില്ല. CPIM-നെ പരസ്യമായി വെല്ലുവിളിച്ച അന്ന് തന്നെ PV അൻവറിനോടുള്ള UDF സമീപനം എന്താകുമെന്ന് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ആരാഞ്ഞിരുന്നു. അന്നൊന്നും VD സതീശൻ പ്രതികരിച്ചില്ല. നിലമ്പൂരിൽ വൻ ജനാവലി അണിനിരത്തിയുള്ള PV അൻവറിന്റെ പൊതുയോഗം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് അൻവറിന്റെ UDF പ്രവേശന ചർച്ചയിൽ ആദ്യമായി പ്രതികരിച്ചത്. അൻവറിന്റെ മുന്നണി പ്രവേശന സാധ്യത VD സതീശൻ തള്ളിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDF-ലല്ലായിരുന്ന ഇത്രയും ദിവസം LDF-ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്. അല്ല, അദ്ദേഹം എന്തായാലും LDF-ന്റെ ഭാഗമല്ലല്ലോ. ഇപ്പോൾ LDF-ന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു നിലപാടൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. PV അൻവറിനെതിരെ കേസെടുത്ത നടപടിയെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ CPM-ന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും. CPM-ൽ നിന്ന് പുറത്തു പോയാൽ അപ്പം നടപടിയെടുക്കും പിറ്റേ ദിവസം. ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ. PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുവാൻ നേരത്തെ തന്നെ UDF തീരുമാനിച്ചതാണ്. UDF-ന് PV അൻവറിനെ പോലെയുള്ളവരെ വേണ്ടെന്ന് മുന്നണി കൺവീനർ MM ഹസൻ പരസ്യ നിലപാടെടുത്തിരുന്നു. ഇതിനെ പരോക്ഷമായി തള്ളുന്ന നിലപാടാണ് ഇന്ന് VD സതീശൻ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ DNA പരാമർശം തെറ്റായാണ് വ്യാഖ്യാനിച്ചതെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. തെറ്റുതിരുത്തിയാൽ കോൺഗ്രസിലേക്ക് മടങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ സ്വീകരിച്ചത്. സതീശന്റെയും സുധാകരന്റെയും നിലപാട് വ്യക്തമായതോടെ നിലമ്പൂരിലെ ഗ്രൂപ്പ് താൽപര്യങ്ങളുടെ ബലാബലവും അപ്രസക്തമായി. പൊളിറ്റിക്കൽ ഡെസ്ക് 24.